കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ദുഃഖവെള്ളിയാഴ്ച. നമ്മുടെ ദൈവം മനുഷ്യനായി അവതരിച്ച് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാമത്തെ തിരുവചനത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശുവെന്ന് പേരിടണം. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഈ ദുഃഖവെള്ളിയാഴ്ച ദൈവം മനുഷ്യനായി അവതരിച്ച് ഈ കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ചത് നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആരെയാണ്? മനുഷ്യരായി പിറക്കുന്ന എല്ലാ മനുഷ്യരുടെയും പാപങ്ങളിൽ നിന്ന് അവൻ നമ്മെ മോചിപ്പിക്കുന്നു. 800-ഉം 1200-ഉം വർഷങ്ങൾക്കൊക്കെ മുൻപ് ഈശോ ജീവിച്ചിരിക്കുന്ന ആ സമയത്ത്, അതിനു മുമ്പ് 800-ഉം 1200-ഉം വർഷങ്ങൾക്ക് മുമ്പ് ദാവീദ് സങ്കീർത്തകനും യേശയ്യാ പ്രവാചകന്മാരും മറ്റുള്ളവരൊക്കെ യേശുവിൻ്റെ മരണത്തെ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ പ്രദാനം ചെയ്തു. നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ വഹിച്ചത്, നമ്മുടെ രോഗങ്ങളാണ് അവൻ ചുമന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി നമ്മുടെ രോഗങ്ങൾ ഏറ്റെടുത്തു, നമ്മുടെ ദുഃഖങ്ങളെ സംവഹിച്ചു. അതുപോലെ തന്നെ നമ്മുടെ പാപങ്ങൾ അവൻ ഏറ്റെടുത്തു. ഓർക്കുക, ലോകത്തിൽ ദൈവം മനുഷ്യനായി അവതരിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്തത് യേശു മാത്രമാണ്. അതുകൊണ്ടാണ് യേശു ഏക രക്ഷകൻ എന്ന് പറയുന്നത്. വേറെ ആരും മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചിട്ടില്ല, മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേറ്റില്ല. നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ദൈവമായ യേശു എന്ന ആ കർത്താവ് മാത്രമാണ് മനുഷ്യനായി ജനിച്ച് അവൻ പാപമൊഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിലും മനുഷ്യരോട് തുല്യമായിരുന്നു. എന്നിട്ട് അവൻ മരിച്ച് നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളെ നമ്മൾ രക്ഷിച്ചു. അതുകൊണ്ടാണ് കർത്താവിനെ കുറിച്ച് പറഞ്ഞത്, അവൻ എല്ലാവരുടെയും പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഈ ദുഃഖവെള്ളിയാഴ്ച എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത് എൻ്റെ നഷ്ടപ്പെട്ട സ്വർഗം എനിക്ക് തിരിച്ചു നൽകിയ ദൈവമാണ്. അതുകൊണ്ട് ഈ യേശുവിനെ വിശ്വസിക്കുവാനും ആ യേശു എന്നെ രക്ഷിച്ചു എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുവാനും എനിക്ക് നിങ്ങൾക്ക് സാധിക്കട്ടെ. നമ്മുടെ വില എന്താണ്? യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. എനിക്ക് വിലയുണ്ട്, അതെൻ്റെ ദൈവം എന്നെ രക്ഷിച്ച രക്തത്തിൻ്റെ വിലയാണ്. അതുകൊണ്ട് എനിക്ക് മഹത്വമുള്ളത് എൻ്റെ ദൈവം എന്നെ രക്ഷിച്ചു എന്നുള്ളതാണ്, എന്നെ വീണ്ടെടുത്തു എന്നുള്ളതാണ്. ആ ഒരു ബോധ്യത്തിൽ നമുക്ക് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. ഇവരെല്ലാവരും അനുഗ്രഹിക്കട്ടെ. കർത്താവായ ഈശോ, ഈ ദുഃഖവെള്ളിയാഴ്ച ഞങ്ങളിത് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അവിടുന്ന് മനുഷ്യനായി അവതരിച്ച് കാൽവരിയുടെ നെറുകയിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച് അവിടുന്ന് ഞങ്ങളെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത ഈ വലിയ ദിവസത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ദൈവമേ, ഞങ്ങൾക്ക് വിലയുണ്ട്, അവിടുത്തെ രക്തം കൊണ്ട് ഞങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്. ആ ബോധ്യത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും വിശുദ്ധരായി ജീവിക്കുവാൻ, പാപം ഞങ്ങൾക്ക് വെറുത്തുപേക്ഷിച്ച് വിശുദ്ധരായി ജീവിക്കാനുള്ള കൃപ ഈ ദുഃഖവെള്ളിയാഴ്ച നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. അമ്മ മറന്നാലും ലോകം വെറുത്താലും തണലേകും സ്നേഹം ഞാൻ മറന്നു. അമ്മ മറന്നാലും ലോകം വെറുത്താലും തണലേകും സ്നേഹം ഞാൻ മറന്നു. നിന്നെ ഞാൻ അടിച്ചു, നീ സഹിച്ചു. എൻ പാപക്കുരിശു നിൻ ചുമലിൽ വച്ചു, അതു നീ വഹിച്ചു. നിശബ്ദനായി എന്നെ നീ അനുസരിച്ചു. അപ്പം തന്ന കൈകളിൽ ഞാനാണീ തറച്ചു. തേടി വന്ന പാദങ്ങൾ ഞാൻ ക്രൂശിൽ നിറച്ചു.
നാഥൻ അവയെല്ലാം സഹിച്ചു. താതനോടെനിക്കായി പ്രാർത്ഥിച്ചു. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.